Audio Jungle. Audio Jungle. ചായക്ക് ഇല അട ആക്കാന്ന് വിചാരിക്കുന്നു. ഇലയട ഇല്ലേ, അറിയില്ലേ? അപ്പച്ചമ്പിൽ ചൂടുന്ന ഇലയട. ഞാൻ ചൂണ്ടയിലിട്ട് ഇലയട എല്ലാവരും ഉണ്ടാക്കലുണ്ട്. എന്നാലും രാവിലെ തന്നെ ഇത് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടാ. പിന്നെ ഇന്ന് സൺഡേ ഹോളിഡേ, ഒരുപാട് കിടന്നുറങ്ങി എണീക്കാൻ വൈകു. പിന്നെ പിന്നെ മധുരമൊന്നും ഇടൂല. മധുരം ഇടാണ്ട് നല്ലോണം തേങ്ങയെല്ലാം നിറച്ചിട്ട് ഓട്ടിൽ ചുട്ടാൽ പാങ്ങുണ്ടാവും കഴിക്കാൻ. അല്ലെങ്കിൽ മധുരം ഇട്ടിട്ട് രാവിലെ തന്നെ കഴിക്കാൻ അത്ര ടേസ്റ്റല്ല. കൊലക്കാത്ത വാഴയിൽ നില പറിച്ചാൽ അമ്മരെ ചീത്ത കിട്ടും. ദേവട്ടം കണ്ട അവിടെ എന്തോ കണിയെടുത്തിട്ട് പോകുന്നുണ്ട്, വലയെടുത്തിട്ട് പോകുന്നുണ്ട്. എന്തെന്നുണ്ടാ നീ ആക്കുന്നുടാ? ഡാ നീ പൊഴിക്കുന്നുണ്ടാ? മീൻ പിടിക്കുന്നുണ്ട് കണ്ടാ. എന്തെന്നടാ ഇല്ലത്? കിട്ടിയാ? കൊറേ കിട്ടിയാ? കുറച്ച് കിട്ട്, കുറച്ചേ ഇല്ല ഇപ്പോഴേ, കാണാനൊന്നുമില്ല. കുറച്ച് ഒന്നാറ്റും ഉണ്ട്. അല്ല ഉണ്ട് കിട്ടതാ. ദേവട്ടന് കോരിട്ട് ചെമ്മീന് കിട്ടിയേണ്ടതാ. കുറച്ചേലും ഇതിനെ കൊണ്ട് മീൻ പിടിക്കാൻ പറ്റും, നല്ല മീൻ കിട്ടും. അതിലുണ്ടാ? പോകുന്നുണ്ടാ പുഴയില്? ഇല്ല, അതിങ്ങനെ ഒരു പൊലപ്പോടെ പോകൂടാ. അന്നേരം കോരണം. അവരെല്ലാവരും ഇങ്ങനെ കമ്പനി ആയിട്ട് പോലുണ്ട്. അന്നേരം പോയിട്ട് വലയിട്ട് കൊടുക്കണം. ഇതെന്തിയടാ? പാമ്പല്ലേ? ദേവട്ടാ, പാമ്പല്ലേ ഇത്? പാമ്പന്നെ. അതന്നെ ഞാൻ ഈ പുഴ മീൻ കൂട്ടാത്തത്. എനിക്ക് വേണ്ട. കൊയലാമ്പളല്ലേ? ദേവൂട്ടന് ഒരു മീനെ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ബക്കറ്റിൽ കൊണ്ടിട്ടിട്ടുണ്ട് വറ്റിട്ട്. അടുത്തതുകൂടി അവൻ പിടിക്കുന്നുണ്ട്. എന്തെന്നാ മീൻ? കടുവ. വെയിലടിക്കുന്നടാ. ദേവൂട്ടന് ആദ്യം മീൻ കിട്ടി കേട്ടാ. രണ്ടെണ്ണം കിട്ടി. ഒന്ന് അല്ല, ഞാൻ ബക്കറ്റിൽ കാണിച്ചു കൊടുത്തു. ഓ, കടുവ. ശാന്തമ്മക്ക് കറിയായിട്ടാ. വേം കിട്ടുന്നുണ്ടല്ലേ? വേം കിട്ടുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. പേറ്റം വെള്ളം കയറി വരുന്നതാണ്, അതുകൊണ്ടായിരിക്കും. അത് കീക്കാനറിയോ? കീക്കാനാവോ? ചൂണ്ട കൈക്ക് കഴിഞ്ഞേക്കല്ല. അവിടെ കൊണ്ടു കൊടുക്ക്, അവർ കഴിച്ചു തരും. എന്താ നീ കോത്തതപ്പോ? നീ എന്തെന്നാ കോക്കുന്നതിന്? അതിനാ നീ ചെമ്മീനെ പിടിച്ചല്ലേ? ചെമ്മീന് വേഗം കിട്ടും. മണ്ണേരേനെക്കാട്ടി മൈദാനെക്കാട്ടി വേഗം. ആദ്യം കിട്ടിയിരുന്നു. വരുന്നു. അടുത്തൊന്ന് കാണിച്ചിട്ടല്ലേ?
അതിലൊന്നുമില്ല കേട്ടോ. അരിയും തേങ്ങയും മാത്രം, മധുരമൊന്നും ഇട്ടിട്ടാട്ടോ. മധുരം ഇട്ടാൽ രാവിലെ തന്നെ കഴിക്കാൻ പറ്റില്ല. വൈകുന്നേരത്തെ ചായക്കെല്ലാണെങ്കിൽ പിന്നെയും മധുരം ഇട്ടാൽ പോകും. അപ്പോൾ ദേവൂട്ടന് വേണമെങ്കിൽ കുറച്ച് മധുരം ഇട്ട് കൊടുക്കും. ആ മധുരം ഇല്ലാണ്ട് കഴിക്കൂല. എനിക്കും അമ്മക്കും ഞാൻ മധുരം ഇട്ടിട്ട നന്നായിട്ട് തേങ്ങ അട ഇപ്പോൾ യൂട്യൂബിലാണ് കാണുന്നില്ല. അട ഇതെല്ലാവർക്കും അറിയാം. ആവശ്യമൊന്നുമില്ല. ഞാനില്ല ഇന്ന് സൺഡേ ഹോളിഡേ ഒരു വീഡിയോ വെറുതെ എടുത്തതാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അത്രയും വേണ്ട ഓരോരോ അട അത്രയും ഇല പറിച്ചിട്ടുണ്ട്. 4 ഇല പറിച്ചിട്ടുണ്ട്. എനിക്കൊന്നു മതി, ദേവൂട്ടിന് ഒന്നേ കഴിക്കും, നമുക്ക് 2 എണ്ണം. അട പുഴുങ്ങിയിട്ടും ചൂടാം കേട്ടോ. ഞാനിപ്പോൾ ഓട്ടിൽ ചുടുന്നതാണ് കേട്ടോ. അപ്പച്ചമ്പിൽ പുഴുങ്ങുകയും ചെയ്യാം. ഇതുപോലെ ഇലയിൽ പരത്തിയിട്ട്, വാഴ ഇലയിലോ അല്ലെങ്കിൽ മറ്റേ കുറുക്കൂട്ടി ഇലയിലോ അതിലെല്ലാം പരത്തിയിട്ട് അപ്പച്ചമ്പിൻ്റെ തട്ടിൽ വെച്ചു കൊടുക്കുക. അപ്പച്ചമ്പിൽ ലേശം വെള്ളം വെച്ചിട്ട് വെച്ചു കൊടുക്കുക. ഇത് പറയുമ്പോൾ എന്നെ അത് ചീത്ത പറഞ്ഞേക്കല്ലാട്ടോ. അട ചുടാൻ അറിയാത്ത ആൾക്കാരില്ല. നീ അട ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ അളുവെല്ലാം എടുത്തിട്ട് ഇവിടെ വെച്ചാലോ അല്ലേ, നല്ലതല്ലേ. പൊട്ടൂലാന്ന് തോന്നുന്നു. കയറ് നല്ല ഉറപ്പില്ല കയറ് തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എപ്പോഴും ഞാൻ ലൈവ് ഇടുമ്പോൾ ആൾക്കാർ പറയുന്നത് അതെന്തെന്ന് ഇതെന്തെന്ന്. അപ്പം നിരക്കനെ വെച്ചിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓവൻ്റെ മീത്തന്ന് ഞാനെല്ലാം എടുത്ത് ഇവിടെ വെക്കാമെന്ന് വിചാരിക്കുന്നു. കയറ് നല്ല ബലൂല കയറ് തന്നെയാണ് കേട്ടോ. പൊട്ടി വീഴൂലെന്ന് വിശ്വസിക്കുന്നു. വേഗം നമുക്ക് അടയെല്ലാം ചുട്ട് ചായയെല്ലാം കുടിച്ചിട്ട് എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാനും ദേവൂട്ടൻ അവിടെ പോയിട്ട് അത് തന്നെ നമുക്ക് പയ്യന്നൂർ മുകളിലേക്കും കൂടെ പോകാനുണ്ട്. അപ്പം എല്ലാം പെട്ടെന്ന് ആക്കണം. അപ്പം എല്ലാം അവിടെ സെറ്റാക്കിയിട്ട് വെച്ചു കേട്ടോ. പൊട്ടി വീഴൊന്നുമില്ല. അങ്ങനെ വെയിറ്റ് കാണുന്നില്ല. കയറ് ഉറപ്പുണ്ട്. ബീറ്ററും പിന്നെ വെജിറ്റബിൾ കട്ടറും ഞാൻ അവിടെ വെച്ചു കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മ ഇന്ന് പോകാൻ പോകുന്നത് പയ്യന്നൂരാണ് കേട്ടോ. പയ്യന്നൂർ ഇങ്ങനെ കറങ്ങിയിട്ട് വരാം. പയ്യന്നൂർ മാളെല്ലാം പോയി നിങ്ങളൊന്ന് കാണിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അമ്മേ ഹായ്. അമ്മ കീയാന്ന് ചെയ്യുന്നത്. അപ്പം നമുക്കിനി നേരെ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് കാണാം. നമ്മൾ പയ്യന്നൂർ മാളിലേക്കാണ് കേട്ടോ ഇനി പോകുന്നത്. എത്താനായി. ഇതിപ്പോൾ നമ്മൾ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഈ കാണുന്നത്. ചെറുവത്തൂരിൽ നിന്ന് കുറച്ചുകൂടി പോകാനുണ്ട് പയ്യന്നൂരേക്ക്. അങ്ങനെ പയ്യന്നൂർ ബസ് ഇറങ്ങി അങ്ങനെ പയ്യന്നൂർ സ്റ്റാൻഡിലിറങ്ങി കുറച്ച് പോകാനുണ്ട് കേട്ടോ. ഒരു ഓട്ടോ ആക്കി പോയി. നമ്മളങ്ങനെ പയ്യന്നൂർ മാളിലേക്ക് എത്തിയിട്ടാ. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഇതാ ഡ്രസ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ആഹാ എന്താ രസം ഇവിടെ. അതല്ല കേട്ടോ, നല്ല ചൂടായിരുന്നു പുറത്തെല്ലാം. ഇവിടെ അകത്ത് കയറിയിട്ടാകുമ്പോൾ നല്ല കൂളിങ്, നല്ല തണുപ്പുണ്ട്, നല്ല സുഖം. അങ്ങനെ
ദേവൂട്ടൻ കുറേ നാളായി പറയുന്നു പയ്യന്നൂർ പോവാമേ. നമ്മളവിടെ അടുത്ത് നമ്മളെ നാട്ടിൽ ടൗണിൽ പോകുന്നല്ലാതെ ഇവിടെയെല്ലാം പറയുമ്പോൾ കുറച്ച് മടിയാട്ടാ വരാൻ, കുറച്ച് ദൂരമായി നമുക്ക്. ഇവിടെ അങ്ങനെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ലാസ്റ്റ് ഫ്ലോറിലേക്ക് പോയിട്ടാ. ഇവിടെ എങ്ങനെ നമ്മൾ ഗെയിമിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടാ. ഇവിടെ പലതരം ഗെയിമും സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതിൽ കുറേ ഒന്നും വർക്കല്ല കേട്ടോ, എല്ലാം കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്, കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 50 രൂപ കൊടുത്താൽ 2 കോയിൻ കിട്ടും. അങ്ങനെ ദേവൂട്ടൻ ഏതോ ഒരു കാറിൻ്റെ ഗെയിമായിട്ടും കളിക്കാൻ വേണ്ടി ഇങ്ങനെ പോവേന്നിട്ടാ. നമ്മളിപ്പോൾ 200 രൂപയ്ക്ക് ഒരു 8 കോയിൻ വാങ്ങി. അപ്പോൾ ആളിതാന്ന് തോന്നുന്നു കുറേ നാളായിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞ് തിരക്കാക്കിക്കൊണ്ട് ഉണ്ടായത് കേട്ടോ. ഇതെങ്ങനെയും കണ്ടിട്ടുണ്ടായോ യൂട്യൂബിൽ നിന്നോ ഇനിയും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഓൻ ഇനി ഇപ്പോഴേ വന്നിട്ടുണ്ട് കേട്ടോ, 2-3 തവണ അവൻ വന്നിട്ട് ഇവിടെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അല്ല നെല്ലു. അപ്പോൾ ദേവൂട്ടൻ ഇതെങ്ങനെ കാറിൻ്റെ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നെ നോക്കുന്നുണ്ട് ദേവൂട്ടൻ. ആൾ ഭയങ്കര ഉഷാറാട്ടോ, നല്ല വായിലാട ഗെയിമെല്ലാം ഇങ്ങനെ ഉഷാറായി കളിച്ച്. അങ്ങനെ നമ്മൾ വേറെ അടുത്ത ഒരു ഇതുണ്ടായിരുന്നു, കാറിൻ്റെ ഒരു ഗെയിമുണ്ട്. കാറിൻ്റെ വെച്ചാൽ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യൽ. അതിലേക്ക് ദേവൂട്ടൻ പോകാൻ അതിൽ പോയിട്ട് നമുക്ക് എന്നോട് പറയുന്നതാണ് കേട്ടാ, അമ്മ അപ്പുറം പോയിട്ട് ഇരുന്നോ കുറച്ച്. ഇത് അത്രയും നമ്മൾ ടൈം എടുത്തിട്ടും കുറച്ച് 10 മിനിറ്റായിട്ടേ ഉള്ളൂ. വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പോകണം, അതുകൊണ്ട് എല്ലാവരിലും കുറച്ച് ടൈം കയറിയിട്ട് നമ്മൾ വേഗം മടങ്ങിയിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറം പോയി കാറ് അവിടെ ഇരുന്നിട്ട് ദേവൂട്ടൻ ഡ്രൈവ് ചെയ്തു, ഞാൻ അതിൻ്റെ അടുത്തിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളത് ഇതിൽ കയറാൻ വന്നു കേട്ടോ. ദേവൂട്ടൻ നിർബന്ധിച്ചിട്ട് ഞാനും കൂടി അതിൽ കയറിയിട്ടാ. അങ്ങനെ ഇതാ ദേവൂട്ടൻ കാറിൽ കയറിയിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. തിങ്കളാഴ്ച ആൾ കുറവാന്ന് തോന്നും, അങ്ങനെ ഒട്ടും ആളൊന്നും ഉണ്ടായിട്ടാ. അങ്ങനെ ഇതാ അടുത്ത സ്റ്റാഫ് ദേവൂട്ടനായിട്ട് നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ ആ സ്റ്റാഫ് പറഞ്ഞു ഞാനും കൂടി ഒന്ന് നിങ്ങൾക്ക് കമ്പനിക്ക് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരും കൂടി ഒന്ന് കയറി. അങ്ങനെ ദേവൂട്ടൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്തു. അങ്ങനെ എല്ലാം കറങ്ങി തിരിഞ്ഞ് നോക്കി നല്ല വിശപ്പ് എനിക്കും ദേവൂട്ടനും. ഇവിടെ ഏകദേശം ഒരു 5-6 ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് ഏത് കഴിക്കുമെന്നുള്ള കൺഫ്യൂഷനായി എനിക്കും ദേവൂട്ടനും. നല്ല വിശപ്പിട്ട് അപ്പം നമ്മൾ ബിരിയാണി വാങ്ങിക്കും നോക്കുന്നുണ്ടാണ്. ദേവൂട്ടൻ പറഞ്ഞ് ബിരിയാണി വാങ്ങിക്കാൻ. അത് ബിരിയാണി ഓർഡർ ഹൈദരാബാദ് ബിരിയാണി കേട്ടോ. അത് ഗ്രാം അനുസരിച്ചിട്ടാ കൊടുക്കുന്നത് കേട്ടോ. 130 ഗ്രാമാണ് നമ്മൾ മേടിച്ചത്. 300 ഗ്രാം 120 രൂപ 300 ഗ്രാമിന്. അപ്പോൾ നമ്മൾ അത്രേ കഴിക്കും. ഞാനിത് അത്ര നീറ്റായതുകൊണ്ടാണ് ഞാൻ അടുത്ത് വാങ്ങി കഴിച്ചത് കേട്ടോ. പുറത്തത്തെ ഫുഡ് ഞാൻ കഴിക്കില്ല, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല വൃത്തിയായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ബിരിയാണി. 300 ഗ്രാമേ എനിക്കും ദേവൂട്ടനും വേണ്ടു, അത്രയും നമുക്ക് പോകാം. അതന്നെ ഞാൻ ബാക്കി വെച്ചിന്. പക്ഷേ ടേസ്റ്റ് കുറവൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 120 രൂപയാണെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. റൈസ് കുറച്ച് കുറവാണെങ്കിലും നമുക്ക് മതി. നന്നായിട്ട് കഴിക്കുന്നവർക്കാണെങ്കിൽ റൈസ് കുറവറിയില്ല, തികയോന്നറിയില്ല. പിന്നെ അത്ര തേഞ്ഞിട്ടില്ലെങ്കിൽ 500 ഗ്രാം നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പം ചിക്കൻ്റെ പീസാണെങ്കിലും നല്ലോണം ഉണ്ട് കേട്ടോ. പീസെല്ലാം ഞാനവിടെ ബാക്കി വെച്ചാണ്, കാരണം അത്രയ്ക്ക് നന്നായിട്ട് ചിക്കൻ്റെ പീസും തരുന്നുണ്ട്. പിന്നെ ദേവൂട്ടന് സ്കൂളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ദേവൂട്ടനെ കൂടി കൂട്ടി അങ്ങനെ എൻ്റെ ആഗ്രഹം കൂടി തീർത്ത് കൊടുത്തു. നമ്മളങ്ങനെ പയ്യന്നൂർ മുകളിലും മറ്റെല്ലാം കറങ്ങി വീട്ടിൽ നമ്മളിവിടെ ഒരു 2-3 മണിക്കൂർ ചിലവഴിച്ചു കേട്ടോ.
അതെല്ലാം കഴിഞ്ഞിട്ട് അത്ര പോകുന്നത്. പിന്നെ നമ്മളെ നാട്ടിലാണെങ്കിലും ഒറിക്സിലെ ഫുഡ് ഞാൻ കഴിക്കൂട്ടെ. ഇങ്ങനെ ലൈവായിട്ട് വൃത്തിക്ക് തിരഞ്ഞെടുക്കുന്നതെല്ലാം ഞാൻ കഴിക്കൂട്ടെ. അങ്ങനെ തീരെ ഹോട്ടൽ ഫുഡ് കഴിക്കാതെയൊന്നുമില്ല. അത്യാവശ്യമെല്ലാം ഞാൻ കഴിക്കലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്നത് ഞാൻ കഴിക്കുമല്ലോ. പിന്നെ അങ്ങനെ ഇവിടെ നിന്നെല്ലാം കഴിച്ചിട്ട് പിന്നെ കുറച്ച് കറങ്ങിയിട്ട് വീണ്ടും നമുക്ക് തണുത്തതൊന്ന് കുടിച്ചാലോ എന്ന് തോന്നി. പിന്നെ ഇവിടെ പലർക്കും ഉള്ള സംശയമാണ് കേട്ടോ, ഈ മുകളിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഇല്ലേ ഭയങ്കര കാശാവുന്നില്ലത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ചെറിയ പൈസ. ഇപ്പം നമ്മൾ കഴിച്ച ബിരിയാണിക്ക് തന്നെ 300 ഗ്രാമിന് 120 രൂപ അത്രേ ആയിട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് ആരും വരാതിരിക്കരുത്. 300 ഗ്രാം മാത്രമല്ല 500 ഗ്രാമും ഉണ്ട്. 500 ഗ്രാമിന് 150 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെപ്പോലത്തെ പാവങ്ങൾക്കെല്ലാം വരാനും ഇതുപോലെ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് വരാം കേട്ടോ, വന്നിട്ട് ഇതുപോലെ ഫുഡ് അടിച്ചു പൊളിച്ച് അത്യാവശ്യം കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആഗ്രഹമെല്ലാം തീർത്ത് കൊടുക്കാം കേട്ടോ. വലിയ പൈസ ഒന്നും ആവുന്നില്ല. അങ്ങനെ നമ്മളൊരു അടുത്തന്നെ തണുത്ത കുടിക്കേണ്ട പരിപാടിയായിരുന്നു കേട്ടോ. കുറേ കറങ്ങി തിരിഞ്ഞ് നല്ല ക്ഷീണം പിടിച്ച്. അങ്ങനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് ബർഗ് പോയിട്ട് ഞാനും ദേവൂട്ടനും എന്താക്കിയെന്ന് വെച്ചാൽ ഒരു പിസ്ത ചിക്കു ഷേക്ക് വാങ്ങിച്ചു കേട്ടോ. പിസ്ത ചിക്കു ഷേക്കാണ് കേട്ടോ. 2 മിക്സ് ആയിട്ട് തരുന്ന ഒരു ഷേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടത്തേക്ക് ഇപ്പം വന്നിട്ട് ഒരു 8 മാസമായിട്ടോ ഞാൻ ഇവിടത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു ഒന്ന് വരണമെന്ന്. അങ്ങനെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ നല്ല രസമാണ് മാളിൽ വന്നിരിക്കാൻ വേണ്ടി, നല്ല രസമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടേ ചിക്കു ഷേക്ക്, പിസ്ത ആൻഡ് ചിക്കു ഷേക്ക്. അപ്പോൾ അത് നമ്മളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ബിരിയാണിയെല്ലാം കഴിച്ച് കുറച്ചെണ്ണം കഴിഞ്ഞ് നമ്മൾ നടന്നു കേട്ടോ ബിരിയാണി കഴിച്ചതിന് ശേഷം. അപ്പം എന്തായാലും ഇവിടത്തേക്ക് വരണം. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടി. ഫുഡെല്ലാം കഴിക്കണം, വിലക്കുറവാണ്. അങ്ങനെ ഏകദേശം 5-6 മണിയായല്ലേ. 6 മണിയുടെ അടുത്തായി. നമ്മൾ ഉച്ചക്ക് 12:30-1 മണിക്കുള്ളിൽ നമ്മൾ അവിടെ എത്തിയതാണ് കേട്ടോ പയ്യന്നൂർ മാളിലേക്ക്. അപ്പോൾ നമ്മിനി വീട്ടിലേക്ക്.